ഹായ് ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിനാണ് കേട്ടോ ഓർഡർ ഉള്ളത്. അപ്പോൾ സ്പഞ്ചൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വർക്ക് നമുക്ക് പിറ്റേ ദിവസം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും, അതുപോലെ അധികം പണി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സ്പഞ്ച് നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇരിക്കുമ്പോൾ നമ്മൾ ആ കേക്കിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ ആ മുട്ടയുടെ സ്മെല്ലൊന്നും തീരെ ഉണ്ടാവില്ല. അപ്പോൾ അത് ലെയറൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ സ്ട്രോബെറി ക്രഷുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സൈഡും കൂടി ഇതുപോലെ നമ്മൾ നൈഫ് വെച്ചിട്ട് ഒന്നിങ്ങനെ നീറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒന്നും താഴത്തേക്ക് ഒലിച്ചിറങ്ങില്ല കേട്ടോ. അപ്പോൾ അത് സെക്കൻഡ് ലെയറും ഇതേ സെയിം മെത്തേഡ് തന്നെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തേർഡ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം ചെയ്യുന്നത് അതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം ഫയൽ കോട്ടും കൂടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വർക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കില്ല, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.